നമ്മൾ കാണേണ്ട ഒന്ന്, ബി ജെ പിയിലേക്ക് കോൺഗ്രസ് കൂട്ടത്തോടെ ഒഴുകുന്നുണ്ട്. ആ ഒഴുക്കിനെ ന്യായീകരിക്കാൻ ബി ജെ പിക്കാർക്കോ കോൺഗ്രസ്സുകാർക്കോ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ, എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രചാരവേലയാണ് സുധാകരൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അന്തർധാര ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടിയും സുധാകരൻ്റെ പാർട്ടിയും തമ്മിലാണ്. എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ടാണ് സുധാകരൻ പറയുന്നത്, മറ്റാരും പറഞ്ഞിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലും സുധാകരൻ്റെ അതിന്മേലുള്ള കമൻറ്റും തുറന്നുള്ള കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അന്തർധാര ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ്. അല്ല, അതിൽ ഫ്രോഡെന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? അയാൾ അതിൽ ഫ്രോഡൻ്റെ, അതിൽ വേറെ തർക്കമൊന്നുമില്ല ആർക്കും. അല്ല, അതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രോഡ് തന്നെയാണ്, അക്കാര്യത്തിലൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CPIM-ൻ്റെ PB അംഗം കൂടിയായ മുഖ്യമന്ത്രി, അതാണ് ആ പാർട്ടിയുടെ നേതൃത്വം പറയുന്നൊരു പ്രതികരണമാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് പറഞ്ഞതാണ്. അതിൽ ഒരു വാചകവും മാറ്റാനില്ല. എല്ലാ വാചകങ്ങളും കൂട്ടി വായിച്ചാണ് ആ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രോഡ് തന്നെ, അതിലൊന്നും ഒരു തർക്കവുമില്ല. ഈ കെ സുധാകരൻ്റെ ഈ അന്നത്തെ ആ പ്രസ്താവന ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിൽ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ മൊഴിയുന്നു, കെ സുധാകരൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള BJP കോൺഗ്രസ് അന്തർധാരയുണ്ട്. രാവിലെ KPCC പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ പത്രസമ്മേളനം നടത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം BJP പ്രസിഡൻറ്റ് അത് സാധൂകരിക്കും വിധത്തിലുള്ള പത്രസമ്മേളനം നടത്തുന്നു. രാവിലെയാണ് BJP പ്രസിഡൻറ്റ് നടത്തുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മറിച്ചു മറ്റ് നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നു. ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണത്തെയും ആ പ്രതികരണത്തിന്മേൽ ഇദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനത്തെയും കാണാൻ. അതുകൊണ്ട് അന്തർധാര വ്യക്തമാണ് ഇത് തമ്മിൽ, ഇവർ രണ്ടാളും തമ്മിലുള്ള അന്തർധാര എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അന്തർധാര. അതുകൊണ്ട് കോൺഗ്രസ് കൂട്ടത്തോടെ പോകുമ്പോൾ 13 മുൻ മുഖ്യമന്ത്രിമാരല്ലേ ഇത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലുണ്ടായിരുന്നവർ BJP പോയത്? 8 KPCC പ്രസിഡൻറ്റുമാരല്ലേ കോൺഗ്രസ് വിട്ട് BJP പോയത്? ഇന്നിപ്പം മത്സരിക്കുന്ന 100-ലേറെ പേർ യഥാർത്ഥത്തിൽ മുൻ കോൺഗ്രസ് നേതാക്കളല്ലേ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. മാത്രമല്ല, പോകുമെന്ന് പറയുന്നു, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറയുകയും ചെയ്യുന്നു. അതിനെ മറച്ചു പിടിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ ആൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും? ആ ചിന്ത ആർക്കെല്ലാം ഉണ്ടായിന്? ന്യൂനപക്ഷ മതവിശ്വാസികളിലും ഉണ്ടായിരിക്കുന്നു, മതനിരപേക്ഷ വിശ്വാസികളിലും ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ അത് BJPക്കാണ് ഗുണം ചെയ്യുക. BJP പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സാണ് കേരളത്തിൻ്റെ മനസ്സ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവസാന ദിവസം കൊണ്ടുപോയിട്ട് ഒന്ന് ചാമ്പിയത്. ബാക്കിയെല്ലാം പൊളിഞ്ഞു. ഒരു രാഷ്ട്രീയവും പറയാനില്ല, ഒരു വികസനവും പറയാനില്ല, മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ള ഇടതുപക്ഷ ആരോപണത്തിന് മറുപടിയേ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും അതിനെ മറികടക്കാൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് ഇലക്ഷൻ്റെ തലേന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി നടത്തിയത്. ആ ശ്രമം പരാജയമായി. അതാണ് ഉണ്ടായത്. നിലപാട് വ്യക്തമാക്കിയല്ലോ. ആ നിലപാട് വ്യക്തമാക്കിയാൽ പിന്നെ ചർച്ചയുടെ ഒരു പ്രസക്തിയേ ഇല്ലല്ലോ. നിലപാട് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് CPIM-ൻ്റെ PB അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആളിലൂടെ നമ്മൾ കേട്ടത്. ഇതൊരു പരസ്യശാസനം തന്നെയാണോ? അല്ല, നിലപാട്, നയമാണത്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട നയങ്ങളും നിലപാടുകളും എന്തായിരിക്കണമെന്നുള്ളത് സുവ്യക്തമായി പിണറായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതൊരു നയമാണ്. ആ നയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതിപ്പോൾ ആർക്കും വേറെയൊരു സംശയത്തിന് അടിസ്ഥാനമില്ല.